എനിക്ക് ഹിന്ദി പറയാൻ മാത്രല്ലേ അറിയുള്ളൂ, കേട്ടോ ഒന്നും മനസ്സിലാവില്ലല്ലോ. ഷാറുഖ് ഖാൻ അറിയണ്ട, കണ്ടിരിക്കുന്നവരെക്കാളും കൂടുതൽ റിസ്ക് എടുത്തുള്ള ആളാണ് ആര് ബിഗ് ബോസ്. ബിഗ് ബോസ് പാട്ടന്മാരൊക്കെ പോകും. ഉർഫി ജാവേദിനാണ് പറയുന്നത്. മാനറിസം കുറെയൊക്കെ എന്താ മാച്ച് ആയിട്ട് ഫീൽ ചെയ്തത് ജാൻമണിനേക്കാളും റിയാസ് സലീമിനോട് മണാലിയിലേക്കൊരു ഒളിച്ചോട്ടം എന്ന് പറഞ്ഞിട്ട് ശരിക്കും ഞെട്ടിയത് അക്ബറിനെ കണ്ടപ്പോഴാണ്. അവരെങ്ങനെ ഫൈറ്റ് ചെയ്ത് ഇറങ്ങിപ്പോയ ഒരു ചെറിയൊരു തൂറി അറിയാം. ആ ഒരു ചാനലിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. പക്ഷെ അതിനകത്ത് ആക്രി സാധനങ്ങളാന്ന് പറഞ്ഞപ്പോ തൊട്ട് എനിക്കിങ്ങനെ ചൂടെടുത്ത് വേർക്കാൻ തുടങ്ങി. ഹായ് ലാലേട്ടാ, വെൽക്കം. ഓക്കെ, വെൽക്കം. മത്സ്യകന്യൊക്കെ കിട്ടോണ്ട് നടക്കാൻ പറ്റൂല്ലേ? എനിക്ക് ആ ഇംപ്രഷൻ കിട്ടാത്ത ഒരു പുള്ളിക്കാരി ഉണ്ട് അതിനകത്ത്. പകുതി റിയാസും പകുതി ജാൻമണി ആണോ എന്നൊരു ഡൗട്ട്. ഇന്റർവ്യൂ ചെയ്തിട്ട് അവരെ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. എന്തായാലും കാണാം. അതാണ് അതിന്റെ ഹൈലൈറ്റ്. നമ്മളിവിടെ ഇരുന്ന് കുറ്റം പറയുന്നു, അവര് ബിഗ് ബോസിൽ എത്തി. ഹലോ ഹലോ, എന്താണ് വിവി, ഇതൊക്കെ കണ്ടില്ലേ? ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോ കണ്ടോ? ആക്ച്വലി 20+ കണ്ടസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് അറിയാം. ശരിക്കും ഞെട്ടിയത് അക്ബറിനെ കണ്ടപ്പോഴാണ്. അക്ബർ ആയിരിക്കും ഫേവറേറ്റ്. അക്ബർ ഫേവറേറ്റ് ആണ് എന്നുള്ളതല്ല, അക്ബറിന് പുറത്തുള്ളൊരു ഇമേജ് ഉണ്ട്. ആക്ച്വലി അതിൻ്റെ അകത്ത് രേണു സുധിയും അക്ബറും അല്ലാതെ അതായത് നമുക്ക് കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് കുറച്ച് പേര് അറിയാട്ടോ. പക്ഷെ ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരാണോ? അത്യാവശ്യം ഇപ്പം പറയുകയാണെങ്കിൽ ഫെമിലിയർ ആണ്. പക്ഷെ ഈ അക്ബറിനെ രേണു സുധീനെയൊക്കെ പോലെ ഇങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയാസിലൂടെ ഒരുപാട് കണ്ടിട്ടുള്ള ആളുകളാണോ? ഉണ്ട്, രണ്ടുപേരുണ്ട്. നീ പറഞ്ഞ ഒരു വയനാട്ടുകാരിനെ എനിക്കറിയാം. എന്താണ് പുള്ളിയുടെ പേര്? ശൈത്യ. നമ്മുടെ വയനാട്ടിൽ നിന്ന് ആദ്യമായിട്ടൊരു കണ്ടസ്റ്റന്റ് അല്ലേ? ഓക്കെ. പിന്നെ ആദില നൂറ. അവരെ കണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഇഗ്നോർ ചെയ്ത ആൾക്കാരാണ്. എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. ഇച്ചിരി പടം ഒരു നേടിയ രണ്ടാൾക്കാര്. അല്ല, നമ്മുടെ കാഴ്ചപ്പാടിനോട് നമ്മുടെ കാഴ്ചപ്പാടിനോട് താല്പര്യമില്ലാത്ത ആളുകളാണ്. അപ്പൊ നമ്മുടെ അല്ല, നിങ്ങളുടെ. ഓക്കെ, നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നെയും ആവാം. അങ്ങനെ ഒരു അതെ. അപ്പൊ പറഞ്ഞു വന്നത് അക്ബറിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പൊ അക്ബറിനെ പോലെ ഒരാൾക്ക് പുറത്തുള്ളൊരു ഫെയിം ഉണ്ട്. BB7 എന്ന് പറഞ്ഞ ഷോ, BB7 എന്നല്ല, BB എന്ന് പറയുന്ന ഷോ, അത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഒരുപാട് ആളുകൾക്ക് ജീവിതം ഉണ്ടാക്കി കൊടുത്തു. അതേപോലെ ഒരുപാട് ആളുകളെ മണ്ണിട്ട് കുഴിച്ചു മൂടി, എന്നിട്ട് JCB വെച്ച് അതിന് മേലെ ഉരുട്ടി, അത് കഴിഞ്ഞിട്ട് റോഡർ കൊണ്ടുവന്ന് ഉരുട്ടി. ഒരു തരത്തിലും ജസ്റ്റ് ലൈക്ക് നമ്മുടെ ബാംഗ്ലൂർ സിറ്റി അല്ലേ, ഒരു ഫെയിമിൽ ഉണ്ടായിട്ട് ആ ഇൻഡസ്ട്രിയിൽ തന്നെ ഇല്ലാതെ തുടച്ചു നീക്കപ്പെട്ട ആളുകളൊക്കെ ഉള്ള ഒരു ഷോയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ. അപ്പോ എന്റെ ഒരേ ഒരു പ്രാർത്ഥന, അക്ബറിന്റെ ഇമേജ് അതേപോലെ തന്നെ നിൽക്കണം. എനിക്കും ഭയങ്കര ഇഷ്ടമാട്ടോ അക്ബർ.